കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത്. അറിയാം, തിരക്കിട്ട പ്രചാരണത്തിലാണ്. അവസാനഘട്ട പ്രചാരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വളരെ സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയാണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിൻ്റെ 10 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വലിയ പ്രതിരോധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു സർക്കാർ 10 വർഷക്കാലം തുടർച്ചയായി ഭരിച്ചിട്ട് ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും പറയാനില്ല. ഒന്നിവിടെ കുടിവെള്ള പ്രശ്നം. ഞാൻ നിൽക്കുന്ന ഈ ജംഗ്ഷനിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുടിവെള്ളം കിട്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് 3-4 ഇടങ്ങളിലായി കുടിവെള്ളം കിട്ടിയിട്ടില്ല. ചെല്ലാനത്തും കുമ്പളങ്ങിയിലും ഒക്കെ പോകുമ്പോഴും കുടിവെള്ളത്തിൻ്റെ ഒരു വലിയ പരാതിയാണുള്ളത്. ഓരുവെള്ള ഭീഷണിയും കടലാക്രമണവും അതുപോലെ ആശുപത്രികളിൽ ചികിത്സയില്ലാത്തതും ഒരു സാധാരണക്കാരനും പാവപ്പെട്ടവനും സർക്കാരിൻ്റേതായ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അവരുടെ ആനുകൂല്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഔദാര്യമല്ലല്ലോ, അത് അവരുടെ അവകാശം കൂടിയാണ്. അപ്പോൾ അതിന് ഒരു തരത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. സർക്കാർ മാറണം, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആ രീതിയിലുള്ള ഒരു ചർച്ചകൾ ജനങ്ങൾ നടത്തുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഈ ഭരണം മാറണം എന്ന് UDF പറയുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ അവരോട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് കുറേ കൂടി എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ, ചരിത്ര ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. നിലവിലെ സിറ്റിംഗ് MLA കൂടെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഷിയാസ് തനിക്ക് ശക്തമായിട്ടുള്ള ഒരു എതിരാളിയല്ല, കൂടാതെ തന്നെ പ്രചരണത്തിന് വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള മറുപടി എന്താണ്? അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് മറുപടി പറയുന്നില്ല. ഞാനൊരു പക്ഷേ ഈ പറയുന്ന MLAക്ക് എതിരാളിയല്ലായിരിക്കാം. പക്ഷേ ജനങ്ങൾ നമ്മളോട് ഒരു താല്പര്യമുണ്ടല്ലോ. ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള ഒരു വലിയ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ സമയത്തും DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ഞങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുണ്ട്. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് എനിക്കെതിരായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലല്ലോ എന്നെക്കുറിച്ച് തീരുമാനിക്കുക. എന്നെക്കുറിച്ച് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ എനിക്കൊരു സ്വീകാര്യതയുണ്ട്, എന്നെ വലിയ ആത്മവിശ്വാസമാണ് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആ രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പിന്നെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പണം ചെലവാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള പോസ്റ്റർ അടിച്ച് ഫ്ലെക്സ് വെച്ച് ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ 10 വർഷത്തിലധികമായി, 12 വർഷമായി കേന്ദ്രത്തിൽ അധികാരമില്ല. സംസ്ഥാനത്ത് 10 വർഷമായി അധികാരമില്ലാത്ത പാർട്ടിയാണ്. പണം ചെലവഴിക്കുന്നതും PR വർക്കും മുഴുവൻ നടത്തുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വ്യാജ പ്രചരണങ്ങളാണ്. അതിനൊന്നും മറുപടി പറയാനുള്ള ഒരു ആവശ്യകതയൊന്നുമില്ല. നമുക്ക് തെരഞ്ഞെടുപ്പാണ്, ഇത് പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിൽക്കും എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവരൊക്കെ ജനങ്ങളോട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും കള്ളപ്രചരണം നടത്തി, കള്ളത്തരം പറഞ്ഞ് എല്ലാ രീതിയിലും അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഈ ഭരണത്തിൻ്റെ വക്താക്കളായി മാറി വീണ്ടും ആ ഭരണം വരണമെന്ന് ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങളെങ്ങനെ കെടുകാര്യസ്ഥതയും ഭരണമില്ലായ്മയും നടത്തിയ 10 വർഷക്കാലത്തെ ഭരണത്തിന് പിന്നെ ജനങ്ങളെങ്ങനെ വോട്ട് ചെയ്യുക? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും അങ്ങനെയായിരുന്നു ജനങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനേക്കാൾ എത്രയോ ഇരട്ടിയായി പ്രതിഫലിക്കും. ഞങ്ങളുടെ ജില്ലയിൽ 14 സീറ്റുണ്ട്. ആ 14 സീറ്റും ചരിത്ര ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. ഈ പ്രതിപക്ഷ നേതാവാണ് ആദ്യമായി ഡീൽ ആരോപണം കൊണ്ടുവന്നത്. അതിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഡീൽ ആരോപണം ശരിക്കും ഉണ്ടോ? അല്ല, ഇവിടെ ഈ ജില്ലയിൽ മാത്രം 8 സ്ഥലത്താണ് 2020 മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2020 മത്സരിച്ച് ഒരു സ്ഥലത്തും ജയിക്കാൻ സാധിച്ചില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റാത്ത പാർട്ടിയാണ് 2020. BJPക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ 2020
മത്സരിപ്പിക്കുന്നത് പിന്നെ BJPയെ സഹായിക്കാനാണോ CPM-നെ സഹായിക്കാനാണോ എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം അവസാനഘട്ട പ്രചാരണത്തിൽ തന്നെയാണുള്ളത്. വലിയ പ്രതീക്ഷകൾ തന്നെയാണ് സ്ഥാനാർത്ഥികൾ പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.